പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്ത്, സിമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചു. പിന്നെ അതൊരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്തായിരിക്കും വരുന്നത് അത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ഓട്ടോ സൈക്കിൾ പറഞ്ഞു, അതിന്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ പറഞ്ഞു, അതിൻ്റെ ഡെറിവേഷൻ പറഞ്ഞു, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു, അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിങ്ങിലേക്ക് പോവാണ്. അതായത് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് പഠിപ്പിച്ചു. അപ്പോൾ അവിടെ നമ്മുടെ സൈക്കിളും കണ്ടന്റുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാൻ വർക്കിംഗ് പഠിപ്പിച്ചത്. Now I'm back into the air standard efficiency of a diesel cycle. Okay. അപ്പം ഫോർ യുവർ ഇൻഫോർമേഷൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹീറ്റ് അഡിഷൻ പ്രോസസ് ഉണ്ടാവും, ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ഉണ്ടാവും, ദർ വിൽ ബി എ കംപ്രഷൻ പ്രോസസ്, ദർ വിൽ ബി എക്സ്പാൻഷൻ പ്രോസസ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വർക്കിംഗ് പറഞ്ഞ സമയത്ത്, അതായത് ഒരു IC എഞ്ചിന്റെ വർക്കിംഗ് പറഞ്ഞ സമയത്ത് ഇതെല്ലാം എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൈക്കിളിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളടുത്ത് പറഞ്ഞിരുന്നായിരുന്നു, ഒരു എഞ്ചിൻ സക്സസ്ഫുള്ളി വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് എൻ്റെ തെർമോഡൈനാമിക് സൈക്കിൾ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 4 പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ ഫോളോഡ് ബൈ ദ ഹീറ്റ് അഡിഷൻ പ്രോസസ്, ദെൻ ദ എക്സ്പാൻഷൻ പ്രോസസ്, ദെൻ ദ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 4 കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ 4 കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പം ഡീസൽ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ എഞ്ചിനകത്ത്, പെട്രോൾ സൈക്കിൾ എന്ന് പറഞ്ഞത് ഇറ്റ്സ് വർക്ക്സ് ഓൺ ദ ഓട്ടോ സൈക്കിൾ ആണ്. ഓട്ടോ സൈക്കിളിനകത്ത് ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഇൻ ഡീസൽ സൈക്കിൾ ദ ഹീറ്റ് അഡിഷൻ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ PV ഡയഗ്രം എടുക്കുകയാണെങ്കിൽ, ദിസ് ഇസ് ദ PV ഡയഗ്രം, ദിസ് ഇസ് ദ TS ഡയഗ്രം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഓൾറെഡി ഹാവ് ദാറ്റ് പ്രോസസ്. So 1 to 2 is the compression process. It is a reversible adiabatic compression process 1 to 2. Then നമുക്കറിയാം പിന്നീട് വരുന്ന ഹീറ്റ് അഡിഷൻ പ്രോസസ് ആണ്. ദെൻ ഈ ഹീറ്റ് അഡിഷൻ പ്രോസസ് നമ്മളിപ്പോൾ പഠിച്ച കാർനോട്ട് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് ഐസോതെർമൽ ആയിട്ടാണ് ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത്. പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ, അതെല്ലാം നമ്മുടെ ഓട്ടോ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന ഹീറ്റ് അഡിഷൻ പ്രോസസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. പക്ഷേ ഡീസൽ സൈക്കിളിനകത്ത് ഈ ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതായത് pressure, whatever the pressure at the point 2 is the same of point 3. 2 lane 3 lane pressure same ആയിരിക്കും. കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത്. Then 3 to 4 is the expansion process, reversible adiabatic expansion process. Then 4 to 1 is the heat rejection process. ഈ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് പെട്രോൾ എഞ്ചിനിലെ പോലെ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിലെ പോലെ കോൺസ്റ്റന്റ് വോളിയത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോ സൈക്കിളിനെ നമ്മൾ സ്ലൈഡ് കാണുന്നില്ല. ഒരു നിമിഷം, മോഡ്യൂൾ 1 കണ്ടിരിക്കുക. ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് സർ, ഇപ്പൊ കാണാം. കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, അതായത് 1 to 2 എന്ന് പറയുന്നത് ദിസ് ഇസ് എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്. ഇത് ഓൾറെഡി നമുക്ക് എല്ലാ സൈക്കിളിനകത്തും അങ്ങനെ തന്നെയാണ്. അതായത് കാർനോട്ട് സൈക്കിളായാലും ശരി, ഡീസൽ സൈക്കിളായാലും ശരി, ഓട്ടോ സൈക്കിളായാലും ശരി, കംപ്രഷൻ പ്രോസസ്സും എക്സ്പാൻഷൻ പ്രോസസ്സും എപ്പോഴും അഡിയാബാറ്റിക് ആയിട്ടായിരിക്കും നടക്കുന്നത്. ഓക്കെ. ദെൻ ഹീറ്റ് അഡിഷൻ പ്രോസസ്സിനകത്ത് വരുന്ന ഡിഫറൻസ് ഉണ്ട്. റിവേഴ്സിബിൾ പ്രോസസ് കാർനോട്ട് സൈക്കിളിലാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അഡിഷനും ഹീറ്റ് റിജക്ഷനും നടക്കുന്നത് ഐസോതെർമലി ആണ്. ഓക്കെ. ദെൻ ഓട്ടോ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അഡിഷൻ നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്, ഹീറ്റ് റിജക്ഷൻ നടക്കുന്നതും കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഡീസൽ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 to 3 ഈസ് ദ ഹീറ്റ് അഡിഷൻ പ്രോസസ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വാട്ട് എവർ ദ പ്രഷർ അറ്റ് ദ പോയിന്റ് 2 ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ പോയിന്റ് 3. ഇറ്റ് മീൻസ് ദാറ്റ് 2 to 3 ഈസ് എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. ഈ 2 to 3 എന്ത് നടക്കുന്നത്? ഹീറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത്. 3 to 4 is the expansion process. It is carried out reversible adiabatically. So reversible adiabatic ഉള്ള ഒരു എക്സ്പാൻഷൻ പ്രോസസ് ആണ് 3 to 4 നടക്കുന്നത്. സോ 4 to 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ആണ്. ഓക്കെ. അപ്പോൾ ഡീസൽ സൈക്കിളിന്റെ വേറൊരു പേരാണ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ പ്രോസസ് സൈക്കിൾ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ സൈക്കിൾ എന്ന് പറയും. പെട്രോൾ എഞ്ചിന്റെ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിന്റെ പേര് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. നൗ
ഇതിന്റെ ടി എസ് ഡയഗ്രാം ആണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ഫിഗർ എന്ന് പറയുന്നത്. The diesel cycle is the ideal cycle for compression ignition. So CING നമ്മൾ കംപ്രഷൻ ഇഗ്നിഷൻ പ്രോസസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സ്പാർക്ക് കൊടുത്ത് നമുക്ക് ഫ്യൂലിനെ ബേൺ ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂലിനെ ബേൺ ചെയ്യാൻ പറ്റും. സ്പാർക്ക് കൊടുത്ത് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനകത്താണെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്ത് ഹൈ കംപ്രഷൻ റേറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഫ്യൂലിനെ ബേൺ ചെയ്യിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത് ഡീസൽ സൈക്കിളിനകത്താണ്. ഓക്കെ, സോ ദ CING അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ റുഡോൾഫ് ഡീസൽ ഇൻ 1890s. സോ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സൈക്കിളും അറിയപ്പെടുന്നത്. So 1 to 2 is isentropic compression. So never get confused with this thing. Isentropic compression means that reversible adiabatic compression process. അതിന്റെ രണ്ടും സെയിം തന്നെയാണ്. Then 2 to 3 നമ്മൾ പറഞ്ഞതുപോലെ constant pressure heat addition process. Then 3 to 4 is the isentropic expansion process that is called the power stroke. ഇപ്പൊ നിങ്ങൾക്ക് പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഓൾറെഡി നമ്മൾ വർക്കിംഗ് പഠിച്ചിട്ടുള്ളതാണ്. Then 4 to 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വാട്ട് ഇസ് തിയററ്റിക്കൽ വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഓപ്പറേഷൻ ഓഫ് എനി സൈക്കിൾ, അതായത് ഓട്ടോ സൈക്കിളിലോ ഡീസൽ സൈക്കിളോ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഡ്രോ ദിസ് ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് എവർ ദ തിങ്, അങ്ങനെ പറയാം. ഓക്കെ, then 4 to 1 is the constant volume heat rejection process. Clear? Yes, sir. Yes, sir. Okay, fine. So now നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സൈക്കിൾസിനെ പഠിക്കാൻ പോകുന്നത്. So diesel cycle is the cycle on which diesel engine works. Diesel cycle is the cycle on which the diesel engine works. A standard diesel cycle consists of 4 reversible processes. The heat supplied at constant pressure and rejected at constant volume. Expansion and compression of air takes place adiabatically. So figure shows this process on the PV and TS diagram. സാർ സ്ലൈഡ് മാറിയിട്ടില്ല കേട്ടോ. ആണോ? മാറുന്നുണ്ട് ഇപ്പൊ? ഇത് വന്നോ? ഇപ്പൊ വന്നോ? ഇല്ല സർ. ഇല്ല സർ. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ? ഇല്ല സർ. ഇല്ല സർ. സ്ലൈഡ് കാണുന്നില്ല? സ്ലൈഡ് കാണുന്നുണ്ട്, ഡീസൽ സൈക്കിൾ തന്നെ കിടക്കുക. ഇപ്പോഴും സ്ലൈഡ് മാറുന്നില്ല അല്ലേ? ഇല്ല സർ. നോ സർ. Maybe some technical error ആയിരിക്കും, നോക്കട്ടെ. Let me check that. ഇപ്പൊ വിസിബിൾ ആണോ? Is it visible now? Yes, sir. Yes, sir. Okay, ചേഞ്ച് ആവുന്നുണ്ടല്ലോ? ചേഞ്ച് ആവുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് Module 1 എഴുതിയിരിക്കുന്ന പേജ് ആണ്. മോഡ്യൂൾ 1 ആണ് കിടക്കുന്നത് എപ്പോഴും? Yes, sir. ആ പേജ് ആണ്.
ഇപ്പൊ സ്ലൈഡ് മാറിയിട്ടുണ്ടോ? ഇപ്പൊ സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. സാർ ഇപ്പൊ മാറ്റി. ഇപ്പൊ കാണാലോ? യെസ് സർ. ഓക്കെ, ഇപ്പൊ സ്ലൈഡ് മാറിയിട്ടുണ്ടല്ലോ. യെസ് സർ. ഓക്കെ, നൗ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നമ്മൾ സെന്റൻസ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡീസൽ സൈക്കിൾ ഓൺ വിച്ച് എ ഡീസൽ എഞ്ചിൻ വർക്ക്സ്. A standard diesel cycle consists of 4 reversible processes. നമുക്കറിയാം, reversible adiabatic compression process, reversible adiabatic expansion process, constant volume heat addition process, constant pressure heat addition process, then constant volume heat rejection process. So heat supplied at constant pressure and rejected at constant volume. Expansion and compression takes place at adiabatically. So all these processes are reversible. Okay. So now this is the representation. These two figures shows the property PV and TS diagrams of the process. Okay. Now we are going to find out the standard efficiency of the cycle. So again we are considering a unit mass of kilogram of air, mkg of air within the cylinder. That we have the P1, V1, T1 will be the pressure, volume and temperature of the air inside the cylinder at state point 1. So ഇവിടെയാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. Actually we have the point over here. Okay, now what happens is this air which is having the mass m, which is being compressed from 1 to 2. So the air is compressed adiabatically to state point 2 doing work on the air. അപ്പോൾ നമ്മൾ ഏതൊരു സിസ്റ്റത്തിലായാലും ശരി, നമ്മൾ കംപ്രഷൻ പ്രോസസ്സ് കൊടുക്കുമ്പോൾ വി ഹാവ് ടു ഡു എക്സ്റ്റേണൽ വർക്ക് ടു ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ 1 to 2 എന്ന് പറയുന്നത് അഡാബാറ്റിക് ആയിട്ട് കംപ്രസ് ചെയ്തു, നമ്മൾ 2 എത്തിച്ചു. ഓക്കെ, സോ 1 to 2 in the PV diagram shows the compression process. 1 to 2 in the TS diagram shows the compression process. So here നോക്കി കഴിഞ്ഞാൽ 1 temperature അല്ല 2 temperature. So it means that as a result of compression process, the internal molecules get vibrated. So its internal energy rises. Because of this internal energy change, the temperature is going to rise from 1 to 2. Now the heat is supplied to the air at constant pressure from an external hot body till state 3 is reached. അപ്പോൾ ഇവിടെ നമ്മൾ സൈക്കിൾ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എയറിന് ഒരു രീതിയിൽ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ സോഴ്സ് വെച്ച് നമ്മൾ അതിനകത്ത് ഹീറ്റ് ആഡ് ചെയ്ത് എക്സ്റ്റേണൽ സോഴ്സ് വെച്ച് നമ്മൾ അതിനകത്ത് ഹീറ്റ് റിജക്ട് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ദെൻ 2 എത്തുന്ന സമയത്ത് ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് ഹീറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ ഒരു ഹീറ്റ് അഡിഷൻ പ്രോസസ് നടക്കുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് സെൻസ് ദാറ്റ് ആസ് എ റിസൾട്ട് ദ വോളിയം ഈസ് ഗോയിങ് ടു ചേഞ്ച്. അതായത് കോൺസ്റ്റന്റ് പ്രഷറിൽ ഞാൻ ഹീറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ 2 വോളിയം അല്ല 3 വോളിയം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കോൺസ്റ്റന്റ് വോളിയം ആണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ദ പ്രഷർ. നമുക്കറിയാം ഇവിടെ കോൺസ്റ്റന്റ് വോളിയം ആണെന്നുണ്ടെങ്കിൽ സി ഹിയർ ദ വോളിയം ഈസ് പ്രഷർ ഈസ് ഗോയിങ് ടു ചേഞ്ച്. നൗ 2 to 3 എന്താ സംഭവിച്ചു? കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഹീറ്റ് ആഡ് ചെയ്തു കഴിഞ്ഞു. ഹീറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സോ ഇറ്റ്സ് റെപ്രസെന്റഡ് 2 to 3 ഇൻ ദ PV diagram. Then this is the constant pressure heat addition process in the TS diagram. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്. Okay, now at state point 3 what happens? The hot body is removed and the air is allowed to expand adiabatically to the state point 4 doing external work. So here we are getting the power stroke. Here the expansion process takes place at adiabatically. So the gas is going to expand by receiving the heat energy from the external source. It expands so that we are getting the external power, so that we are getting the work output from the system. And this is represented by 3 to 4 in the PV diagram, and this is represented 3, 4 in the TS diagram. So here the temperature get reduced. Then heat is rejected at the constant volume. An external cold body at still state is reached. So here what happens is at when it reaches to the point 4, what happens is a cold body comes in contact with the system and the heat is rejected to that system. So heat is taking away from the system, that is heat output from the system. So this heat rejection process carried out constant volume. It means that so we are keeping the piston
at that position and allows the heat to flow out from the system and the pressure reduces. Pressure reduces. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. So in diesel cycle, the heat addition takes place at constant pressure. Heat rejection takes place at a constant volume. Okay. Thus, the air finally returns to the original state after completing a thermodynamic cycle. Is it clear? Yes, sir. sir. Okay. ഇനി നമുക്ക് ഓരോ പ്രോസസ്സുകൾ എടുത്ത് വിശകലനം ചെയ്യാം. എന്താ ചെയ്യുന്നത്? സോ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം 2 to 3 ആണ്. ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. 4 to 1 ആണ് നമുക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പ്രോസസ്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ. എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പൊ നമുക്ക് ഹീറ്റ് സപ്ലൈഡ് അറിയണം, ഹീറ്റ് റിജക്റ്റഡ് അറിയണം. സോ ഹീറ്റ് സപ്ലൈഡ് ഡ്യൂറിംഗ് ദ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? During the constant, it is not constant volume, it's supplied during constant pressure process ആണ് കേട്ടോ. So you have to be change over here. നമുക്കറിയാം ഡീസൽ സൈക്കിളിനകത്ത് ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. സോ ദിസ് ഇസ് കോൺസ്റ്റന്റ് പ്രഷർ. ഇറ്റ്സ് സപ്ലൈഡ് ഡ്യൂറിംഗ് ദ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് 2 to 3. സോ എനിക്കറിയാം MCP. CP എന്ന് പറയുന്നത് സ്പെസിഫിക് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. സോ MCP T3 minus T2. T3 minus T2. അതാണ് ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്ന പ്രോസസ്. ദെൻ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ദാറ്റ് ഈസ് 4 to 1. ദാറ്റ് ഈസ് MCV. ഹീറ്റ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം MCV വരും. സോ T4 minus T1. ഓക്കെ. ദെൻ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂസ് ഓവർ ഹിയർ. സോ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് MCV T4 minus T1. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് MCP T3 minus T2. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഡെറിവേഷൻ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഇത്രയും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാർനോട്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ കിടക്കുന്നത്. ദെൻ അതിൻ്റെ അടുത്ത ഡെറിവേഷനിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് മോട്ടോർ സൈക്കിളാണ്. കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ വരുന്നത് ഡീസൽ സൈക്കിളാണ്. ഓക്കെ. അതുകൊണ്ട് അതിൻ്റെ പാർട്ടിലേക്ക് പോവാണ്. നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 minus CV by CP into T4 minus T1 divided by T3 minus T2 ആണ് പറയാം. സോ CP by CV എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഗാമയാണെന്ന് അറിയാം അല്ലെ. CP by CV എന്ന് പറയുന്നത് ഗാമയാണ്. സ്പെസിഫിക് റേഷ്യോസ് ആണ്. CP by CV is gamma. So instead of CP by CV, I'm substituting the value gamma here. CP by CV is gamma. So 1 minus CP by CP എന്ന് പറയുന്നത് 1 by gamma ആവും. T4 minus T1 divided by T3 minus T2. So അതിന് ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Now I have some ratios over here. V3 by V2 is called cut-off ratio. V3 എന്ന് പറയുന്നത് ഇതാണ്, V2 എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നതാണ് കട്ട് ഓഫ് റേഷ്യോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ അല്ലെങ്കിൽ ബേണിംഗ് നടക്കുന്നത്. ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിലാണ്. അതായത് 2 മുതൽ 3 വരെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. സോ V3 by V2 is the cut off ratio. Then V4 by V3 നമുക്ക് ഓൾറെഡി അറിയാം എന്തായിരിക്കും. That is the expansion ratio, that is represented by R1. Cut off ratio represented by rho. Then V1 by V2 എന്ന് പറയുന്നത് നമുക്കറിയാം കംപ്രഷൻ റേഷ്യോ. അത് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് R. നമ്മൾ ഓട്ടോ സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കംപ്രഷൻ റേഷ്യോയും എക്സ്പാൻഷൻ റേഷ്യോയും സെയിം ആയിരുന്നു. അതേപോലെ തന്നെ ഡീസൽ ഓട്ടോ കാർനോട്ട് സൈക്കിളിലും ഇതും സെയിം തന്നെയായിരുന്നു. പക്ഷേ ഈ ഡീസൽ സൈക്കിൾ വരുമ്പോഴത്തേക്ക് എക്സ്പാൻഷൻ റേഷ്യോ കംപ്രഷൻ റേഷ്യോയും രണ്ടാണ്, 2 വാല്യൂസ് ആണ്. സോ എക്സ്പാൻഷൻ റേഷ്യോ represented by R1, compression ratio represented by R. Then we have to find out the relation between these two ratios, അതായത് rho, R1 and R. ഓക്കെ. അതിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ V4 by V3 എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമാണ്. V4 by V3 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇതിനറിയാം. V4 by V3 എന്ന് പറയുന്നത് V4 by V2 into V2 by V3 എന്നായിരിക്കും. അതായത് V2 V2 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് V4 by V3 തന്നെ കിട്ടും. ആ രീതിയിലോട്ട് ഇത് ചേഞ്ച് ചെയ്ത് എഴുതി. ഓക്കെ. ദെൻ V4ന് പകരം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും V4ഉം V1ഉം സെയിം ആണ്. Instead of V4, I'm substituting V1. So the equation changes to V1 by V2 into V2 by V3. ഇനി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും V4 by V3 എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ റേഷ്യോ ആണ്, R1. V4 by V3 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ റേഷ്യോ R1 ആണ്. V1 by V2 എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്, ദാറ്റ് ഈസ് R ആണ്. ദെൻ V2 by V3 എന്ന് പറയുന്നത് 1 by rho ആണ്. അതല്ലെങ്കിൽ V3 by V2 എന്ന് പറയുന്നതാണ് കട്ട് ഓഫ് റേഷ്യോ R എന്ന് പറയുന്നത്. V2 by V3 എന്ന് പറയുന്നത് 1 by rho ആണ്. So we got a relation called
എക്സ്പാൻഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു കംപ്രഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ കട്ട് ഓഫ് റേഷ്യോ. ഇതാണ് നമ്മളുടെ റിലേഷൻ. അതായത് 3 റേഷ്യോസ് നമ്മളുടെ റിലേഷൻ കിട്ടി. എക്സ്പാൻഷൻ റേഷ്യോ ഓഫ് എ ഡീസൽ സൈക്കിൾ ഈസ് ഈക്വൽ ടു കംപ്രഷൻ റേഷ്യോ ഡിവൈഡഡ് ബൈ കട്ട് ഓഫ് റേഷ്യോ. ഇസ് ഇറ്റ് ഓക്കെ? Yes, sir. Yes, sir. ഓക്കെ. ദെൻ ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ ഓരോ പ്രോസസ്സുകൾ എടുക്കുകയാണ്. ആദ്യം നമ്മൾ അഡിയാബാറ്റിക് പ്രോസസ് 1 to 2 എടുത്തു. 1 to 2 എടുക്കാം. ഇതിനകത്തെല്ലാം നമ്മൾ എടുക്കാൻ പോകുന്ന ടെമ്പറേച്ചർ വോളിയം റിലേഷൻസ് ആണ്. സോ 2 to 3 1 to 2 എടുക്കുന്ന സമയത്ത് നമുക്കറിയാം 2 ആണ് ഗ്രേറ്റർ ടെമ്പറേച്ചർ, 1 ആണ് ലെസർ ടെമ്പറേച്ചർ. നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്ത് പോകുന്നത്. വലിയ വോളിയംസും വലിയ ടെമ്പറേച്ചേഴ്സും വെച്ചിട്ടാണ് പോകുന്നത്. സോ T2 by T1 ഈസ് ഈക്വൽ ടു അവിടുത്തെ വോളിയംസ് ഏതാണ്? V1 ഉം V2 ആണ്. ഓക്കെ. സോ വലിയ വോളിയം എന്ന് പറയുന്നത് V1 ഡിവൈഡ് ബൈ V2 ദ ഹോൾ റേസ് ടു ഗാമ മൈനസ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ ആണിത്. ഇതിൽ നിന്ന് T2 ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു V1 ബൈ V2. സോ V1 ബൈ V2 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം V1 ബൈ V2 എന്ന് പറയുന്നത് എന്താണ്? കംപ്രഷൻ റേഷ്യോ. സോ ദാറ്റ് ഈസ് R. അപ്പോൾ നമുക്ക് T2ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. Now I am considering the process 2 to 3, that is the constant pressure process. നമുക്ക് ഓൾറെഡി അറിയാം കോൺസ്റ്റന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV by T is a constant ആണ് നമുക്കറിയാം. PV by T is a constant. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് വരുന്ന സമയത്ത് നമ്മൾ 2 പോയിന്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ P1 V1 by T1 equals to P2 V2 by T2. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ഇതിനകത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അത് 2 ക്യാൻസൽ ആയിപ്പോകും. സോ ദ റിലേഷൻ ബിക്കംസ് V1 by T1 ഈസ് ഈക്വൽ ടു V2 by T2. സോ ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് എടുക്കുകയാണെങ്കിൽ ദ റിലേഷൻ ഈസ് V by T ഈസ് എ കോൺസ്റ്റന്റ്. ഈ രീതിയിലായിരിക്കും ഒരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിന്റെ റിലേഷൻ പോകുന്നത്. V by T ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് 2 to 3 നടക്കുന്നത്. അവിടെ റിലേഷൻ സെയിം റിലേഷൻ ആണ്. അതായത് T3 by V3 is equal to T2 by V2. ആ സെയിം റിലേഷൻ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് T3 by T1 എന്നുള്ള റിലേഷൻ എടുത്തതേ ഉള്ളൂ. അതായത് ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു ആക്ച്വലി T3 by V3 ഈക്വൽസ് ടു T2 by V2. ആ റിലേഷൻ ആണ് ഇത് എടുത്ത് പോയിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോറി, V2 by T2 is equal to V2 by T2 is equal to V3 by T3. അതാണ് നമ്മുടെ റിലേഷൻ. ഇതെല്ലാം പറ്റിപ്പോയതാ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? T3 by T2 is equal to V3 by V2 എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് V3 by V2 എന്ന് പറയുന്നത് നമുക്കറിയാം റോ ആണെന്നറിയാം. ഓക്കെ, V3 by V2 എന്ന് പറയുന്നത് എന്താണ്? കട്ട് ഓഫ് റേഷ്യോ ആണ്. അത് റോ എന്ന് എഴുതി. സോ ഹിയർ T3 is equal to T2 into റോ. ഓൾറെഡി T2ന്റെ വാല്യൂ എനിക്കറിയാം. അതെടുത്ത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ T3യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 വന്നു. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ്? T2ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കണ്ടുപിടിച്ചു, T3യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കണ്ടുപിടിച്ചു. ക്ലിയർ? ഇത്രയും പോർഷൻസ്? Yes, sir. Yes, sir. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് എന്താണ്? 3 to 4 ആണ്. 3 to 4 എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അത് അഡിയാബാറ്റിക്കിലാണ്. സോ ഹിയർ 3ഉം 4ഉം എടുത്തു, ടെമ്പറേച്ചർ എടുത്തു. T3 ടെമ്പറേച്ചർ ഇസ് ഗ്രേറ്റർ ദാൻ T4 ടെമ്പറേച്ചർ. സോ ദ റിലേഷൻ ബിക്കംസ് T3 by T4 is equal to വോളിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ V4 is greater than V3. So V4 by V3 is all raised to gamma minus 1. V4 by V3 എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ റേഷ്യോ, ദാറ്റ് ഇസ് R1. നമുക്ക് ഓൾറെഡി അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ R1 എന്ന് പറയുന്നത് എന്താണ് റിലേഷൻ? നമുക്ക് R by റോ ആണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. There is a relation connecting these ratios. So here T3 by T4 is equal to R1 പകരം R by റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ ഞാൻ R into gamma minus 1 by rho raised to gamma minus 1 എന്ന് എഴുതി. ഇനി T4 എന്ന് പറയുന്നതിനകത്ത് T3 into rho raised to gamma minus 1 by R raised to gamma minus 1. ഇത് നിങ്ങളൊരു ഡെറിവേഷൻ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റെപ്സ് കുറച്ചേരും കുറച്ചൊക്കെ അങ്ങോട്ട് മിസ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതിനകത്ത് T4 എന്ന് പറയുന്നത് T3 into റോ raised to gamma minus 1 by R raised to gamma minus 1. ഇപ്പൊ ഇതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T3യുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. കഴിഞ്ഞ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. T3യുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ T3 ടേംസ് ഇൻ ടേംസ് T3 വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. സോ T4 becomes T1 into R raised to gamma minus 1 into rho
into rho raised to gamma minus 1 by r raised to gamma minus 1. So ഇതിനകത്ത് r raised to gamma minus 1 r raised to gamma minus 1 ക്യാൻസൽ ആയി പോകും. Then here എന്ന് പറയുന്നത് rho into rho raised to gamma minus 1 ആണ് വരുന്നത്. So this becomes rho into 1 plus gamma minus 1 എന്ന് പറഞ്ഞു വരും ഇത്. സോ പ്ലസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ആയി പോകും. പിന്നീട് എന്ന് പറയുന്നത് എന്താണ് ടേംസ് എന്ന് പറയുന്നത്, ബാക്കി ടേം എന്ന് പറയുന്നത് റോ റൈസ് ടു ഗാമ മാത്രമേ വരത്തുള്ളൂ ഇവിടെ. അതാണ് ഇവിടെ T1 ഇൻറ്റു റോ റൈസ് ടു ഗാമ എന്ന് എഴുതിയിരിക്കുന്നത്. സോ T4 വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കിട്ടി. ക്ലിയർ? Yes, sir. Yes, sir. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഓൾറെഡി ഹാവ് ദ ഇക്വേഷൻ 1 മൈനസ് 1 ബൈ ഗാമ ഇൻറ്റു T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും ഞാനിപ്പോൾ T4 ഇൻ ടേംസ് ഓഫ് T1 കണ്ടുപിടിച്ചു, T3 ഇൻ ടേംസ് ഓഫ് T1 കണ്ടുപിടിച്ചു, T2 ഇൻ ടേംസ് ഓഫ് T1 കണ്ടുപിടിച്ചു. എല്ലാം ഞാൻ അതിലേക്ക് കൊണ്ടുവരികയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ T4ന്റെ വാല്യൂ എന്താണ്? T1 ഇൻറ്റു റോ റൈസ് ടു ഗാമ മൈനസ് T1 ഡിവൈഡ് ബൈ T1 ഇൻറ്റു T3ക്ക് പകരം ഞാൻ എന്ത് ചെയ്തു, T1 ഇൻറ്റു ആർ റൈസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ എന്ന് എഴുതി, മൈനസ് T2ന് എന്ത് വരാൻ T1 ഇൻറ്റു ആർ റൈസ് ടു ഗാമ മൈനസ് 1 എഴുതി. ഇതിനകത്ത് എനിക്ക് T1 കോമൺ എടുത്ത് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ the air standard efficiency is equal to 1 minus 1 by r raised to gamma minus 1 into 1 by gamma into rho raised to gamma minus 1 by rho minus 1. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ സൈക്കിൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രഷൻ റേഷ്യോ മാത്രം മതി, ആർ റൈസ് ടു ഗാമ മൈനസ് 1 അല്ലെങ്കിൽ 1 മൈനസ് ആർ റൈസ് ടു ഗാമ 1 ബൈ 1 ആർ റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത്. സോ ആർ എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ, ഗാമ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഹീറ്റ് റേഷ്യോസ്. അപ്പം ഇവിടെ നമുക്ക് ഡീസൽ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് റിക്വയർ ദ കംപ്രഷൻ റേഷ്യോ, ദെൻ ദ കട്ട് ഓഫ് റേഷ്യോ ആൻഡ് ദ സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ സിറ്റ് ബൈ സിവി. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഡീസൽ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ക്ലിയർ? Yes, sir. Yes, sir. Yes, sir. അപ്പോൾ ഇതാണ് ഒരു ഡീസൽ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ഫ്രം ദ എബോവ് എക്സ്പ്രഷൻ ഷോസ് ദാറ്റ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ആൻ ഡീസൽ സൈക്കിൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് കംപ്രഷൻ റേഷ്യോ, കട്ട് ഓഫ് റേഷ്യോ ആൻഡ് സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ. അപ്പം നിങ്ങളുടെ ഒരു ഇന്ററാക്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ ഷോ ദാറ്റ് ദ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് എ ഡീസൽ സൈക്കിൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് 3 റേഷ്യോസ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അല്ലാതെ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഒരു ബന്ധമൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാനിവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കംപ്രഷൻ റേഷ്യോ, എക്സ്പാൻഷൻ റേഷ്യോ, കട്ട് ഓഫ് റേഷ്യോ, ദെൻ റിലേഷൻ ബിറ്റ്വീൻ ദാറ്റ് റേഷ്യോസ്, what is the heat supplied during that process, heat rejected during the process, what is the work done, heat input by minus heat output, then what is the efficiency and what is the final derivation. Clear? Yes, sir. Yes, sir. Yes, sir. Yes, sir. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ സ്റ്റേജിലും ആദ്യം ഇപ്പം ഇതിനേക്കാളും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാർണോട്ട് സൈക്കിൾ നമ്മൾ പഠിക്കാൻ കുറേ സമയം എടുത്തു. നമ്മൾ അടുത്ത് ഓട്ടോ സൈക്കിൾ പഠിക്കാനായിട്ട് നമ്മൾ കാർണോട്ട് സൈക്കിൾ എടുത്ത് അത്രയും സമയം എടുത്തില്ല. ഡീസൽ സൈക്കിൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലും കുറഞ്ഞെടുത്തു. അതായത് കൂടുതൽ ഡെറിവേഷൻ പാർട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ കുറച്ച് ടൈമേ എടുത്തിട്ടുള്ളൂ. സോ ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ ഇംപ്രൂവിങ്, യു ആർ ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേജ് പോകുന്നതിനനുസരിച്ച്, ഓരോ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സിന്റെ സ്പീഡും കൂടിക്കൂടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഇതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം പറയുകയാണ് നിങ്ങൾക്ക്. സോ 1 kilogram, so mass is 1 kilogram of air at temperature 15 degrees Celsius and pressure of 100 kilopascal is taken through a diesel cycle. സോ ഞാൻ പറഞ്ഞിട്ട് എപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് രീതിയിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാലും എന്ത് സൈക്കിളാന്ന് പറഞ്ഞാൽ ഉടനെ ആ സൈക്കിൾ അങ്ങ് വരയ്ക്കാം, അതിന്റെ PV ഡയഗ്രാം വരയ്ക്കാം. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് PV വേറെ ഒന്നും ആലോചിക്കേണ്ട, വേറെ ഫർദർ ആയിട്ട് നിങ്ങളൊന്ന് മൂവ് ചെയ്യേ വേണ്ട. സൈക്കിൾ ഏതാണെന്ന് നോക്കുക, ആ സൈക്കിളിന്റെ PV ഡയഗ്രാം വരയ്ക്കാം. കാർണോട്ട് ആണെങ്കിൽ കാർണോട്ട്, ഓട്ടോ ആണെങ്കിൽ ഓട്ടോ, ഡീസൽ ആണെങ്കിൽ ഡീസൽ സൈക്കിൾ. സോ ഹിയർ ഇറ്റ് ഈസ് എ ഡീസൽ സൈക്കിൾ. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വരച്ച് നമ്മൾ പഠിച്ച് ആ രീതിയിൽ തന്നെ വരച്ചിടുക. 1 2 3 4 വെച്ചിട്ട് വരച്ചിട്ടു. ദെൻ ദ കംപ്രഷൻ റേഷ്യോ ഈസ് 15 and the heat added is 1850 kilojoule. Calculate the ideal cycle efficiency. So it is a simple problem. അപ്പോൾ ഇവിടെ ഈ സൈക്കിൾ വരച്ചതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഓരോ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് എടുത്ത് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ഞാൻ വരയ്ക്കാൻ പറയുന്നത്. സോ ഹിയർ സൊല്യൂഷനകത്ത് മാസ് 1 തന്നിട്ടുണ്ട്. ദെൻ 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് 1 kilogram of air at temperature 15 degree Celsius and
pressure of 100 kilopascal is taken through a diesel cycle. So taken through a diesel cycle എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കംപ്രഷൻ ആണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ T1 ആണ് ആ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് 15 ഡിഗ്രി സെൽഷ്യസ്, കൺവേർട്ട് ചെയ്ത് 288 കിലോ ജൂൾ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്തു. Then we have the pressure at the point 1 is 100 kilopascal. അപ്പോൾ ഇത് നമുക്ക് ഒരു ഡയഗ്രാം വരയ്ക്കാതെ പെട്ടെന്ന് ഈ പോയിന്റുകൾ എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയഗ്രാം വരയ്ക്കാൻ പറയുന്നത്. ദെൻ ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞാൽ വേണ്ടതാണ് 2-3 പ്രോസസ്സുകളാണ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ആ വാല്യൂ തന്നിട്ടുണ്ട് 1850 കിലോ ജൂൾ എന്ന് പറഞ്ഞിട്ട്. ദെൻ ദ കംപ്രഷൻ റേഷ്യോ ഈസ് 15 എന്ന് പറയുന്നത്. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, V2/V1 ആണ്. V2/V1 ആണ് എന്തെന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ, ദാറ്റ് ഈസ് R. അത് നമ്മൾ എഴുതി. കംപ്രഷൻ റേഷ്യോ V2/V1 ആണ് എന്ന് പറയുന്നത്. സോറി, V2/V1 അല്ല, V1/V2. നമ്മൾ ഇവിടെ എനിക്ക് കൺഫ്യൂഷൻ ആയതാണ്. V1/V2 എന്ന് പറയുന്നതാണ് നമ്മുടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് R എന്ന് പറയുന്നത്. ഓക്കെ, നൗ we already have the ideal gas equation P1V1, P is equal to MRT relation ഉണ്ട്. സോ അതിനകത്ത് P1V1 നമുക്ക് ഓൾറെഡി P1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് B1 കണ്ടുപിടിക്കാൻ പറ്റും. Okay, so here we are using the air as the working fluid. So then ഇതിനകത്ത് നിന്ന് V1 is equal to MRT1/P. So M എന്ന് പറയുന്നത് 1 ആണ്, R എന്ന് പറയുന്നത് 287 അത്രയും ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, V1. സോ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് ചിന്തിക്കുകയാണ്. ദിസ് ഇസ് R എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ഓഫ് എയർ എന്ന് പറയുന്നത് 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതൊക്കെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ വാല്യൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്ലസ് ടുവിന് പഠിച്ചു വരുന്ന സാധനങ്ങളാണ്. ദെൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് T1 പകരം നമ്മൾ 288 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ കിലോ പാസ്കൽ, ഈ കൺവേർഷൻ നോക്കാം. ഇതിന് 100 × 10⁻³ വരുന്നത്, Nm². വരും. സോ സബ്സ്റ്റിറ്റ്യൂഷൻ വാല്യൂ നോക്കാം. ഓക്കെ, ഇതൊക്കെ കൺവേർഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ മാത്രമേ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താവൂ. ആ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലമേ തെറ്റിപ്പോകും. ഓക്കെ, അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി, V1 എന്ന് പറയുന്ന വാല്യൂ കിട്ടി 0.827 m3 കിട്ടി. ദെൻ കംപ്രഷൻ റേഷ്യോ എനിക്കറിയാം V1/V2 = 15 ആണ്. അതിൽ നിന്ന് V2 = V1/15. സോ V2ന്റെ വാല്യൂ കിട്ടി. സോ V1 കിട്ടി, V2 കിട്ടി. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറയുന്നത് അഡാബാറ്റിക് പ്രോസസ് 1 to 2 എടുത്തു. അവിടുത്തെ ടെമ്പറേച്ചർ വോളിയം റിലേഷൻ എടുത്ത് നമുക്ക് ഓൾറെഡി അറിയാം. അതിൽ നിന്ന് T2ന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതായത് T1 വാല്യൂ അറിയാം, V1/V2 എനിക്ക് ഓൾറെഡി അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് 850.8 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് T2ന്റെ വാല്യൂ കിട്ടി. സോ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയാണ് ഹീറ്റ് അഡീഷൻ നടന്നിരിക്കുന്നത്. 3-2 എന്ത് പറയുന്നത് ഹീറ്റ് അഡീഷൻ പ്രോസസ് നടന്നിരിക്കുന്നത്. നമുക്ക് ആഡ് ചെയ്ത ഹീറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്, 1850 എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. അതായത് ഹീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് 1850 തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി MCP ΔT ആണ് 1850 എന്ന് പറയുന്ന വാല്യൂ. സോ Q23 = MCP T3 - T2. T2 എനിക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, T2 കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് ഓൾറെഡി ഹീറ്റ് ആഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എടുത്ത റിലേഷൻ എടുത്തു. അതായത് V2/T2 = V3/T2. ഇതിനകത്ത് നിന്ന് എനിക്ക് T2 വാല്യൂ അറിയാം. ദെൻ T3 വാല്യൂ ഇപ്പം അറിയാം. Then I know what is V2 value. So now I can find out V3 value. അതാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. So V3 = V2 × T3/T1. T2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, V3 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വൺസ് യു ഹാവ് ദാറ്റ് V3 വാല്യൂ. കാര്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ആവശ്യമുണ്ട്, കട്ട് ഓഫ് റേഷ്യോ ആവശ്യമുണ്ട്. സോ V3 കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. V3/V2 ആണ് നമ്മുടെ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. സോ ഐ എം ഫൈൻഡിങ് ഔട്ട് ദ കട്ട് ഓഫ് റേഷ്യോ V3/V2, ദാറ്റ് ഈസ് 3.16. ഇതാണ് കട്ട് ഓഫ് റേഷ്യോ. Once you have all the values, you can just go into the air standard efficiency equation, that is 1 - 1/gamma into 1/r⁻⁻1 into ρ⁻⁻1/ρ-1. ഗാമ വാല്യൂ എന്ന് പറയുന്നത് CP/CV ആണ്. സോ ദാറ്റ് എയർ ആയതുകൊണ്ട് 1.4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കംപ്രഷൻ റേഷ്യോ 15 തന്നിട്ടുണ്ട്. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ 1.4 - 1, that is 0.4. റോ കട്ട് ഓഫ് റേഷ്യോ 3.16.
gamma 1.4 minus 1 by 3.16 minus 1. So finally, we got the air standard efficiency of this cycle is 55.15%. Is it clear? Yes, sir. Yes, sir. It's a direct and simple problem. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഈ പോർഷൻ